ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ള മറ്റൊരു സംഗതി ഗെയിൽ പൈപ്പ് ലൈനിന്റെ പൂർത്തീകരണമാണ്. കൊച്ചി മാംഗ്ലൂര് ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ, ആ പദ്ധതിയുടെ കേരളത്തിലെ പൈപ്പിടൽ പൂർത്തിയായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ചരിത്ര നേട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച ഒട്ടേറെ പേരുണ്ട്. ഇത് പൂർത്തിയാക്കാൻ പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ചെങ്കൊടിയുടെ കീഴിൽ ഞങ്ങൾ അണിനിരന്ന് ഇവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ പൂർവികർ ഈ മണ്ണിൽ നടത്തിയ സമര പോരാട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഗെയിൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഗെയിലിന്റെ കുത്തക മുതലാളിമാർ ഞങ്ങളുടെ പൂർവികരെ കുറിച്ച് ഒരു മിനിറ്റ് ആലോചിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഇത്തരം കുത്തക മുതലാളിമാരുടെ ഈ ഗെയിൽ വാതക പൈപ്പ് ലൈനിന് ജീവൻ കൊടുത്തും ഞങ്ങൾ എതിർക്കുമെന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ആകമാനമുള്ളവരുണ്ട്, അതിനോട് സർവാത്മന സഹകരിച്ച ജനങ്ങളുണ്ട്. കൂടുതൽ ചെലവുള്ളതാകുമെന്ന് ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭമുണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഗെയില് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും അവരുടെ ഭൂമിയെക്കാളും വിലയാണ്. ലാഭത്തിലുണ്ടാകുന്ന ചെറിയ ഇടമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇന്ത്യയിലെ സമൂഹത്തിന് കഴിയില്ല. ഇവരെയെല്ലാം സർക്കാരിന്റെ നന്ദി അറിയിക്കുന്നു, അവരെയെല്ലാം അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ധീരസഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. ഏതാനും ആഴ്ചകൾ കൊണ്ട് പൂർത്തിയാകുമെന്ന് കണക്കാക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായി. അങ്ങനെ ഇത് പൂർത്തിയാകുന്നില്ല. അങ്ങനെ വന്നപ്പോ മുഖ്യമന്ത്രി എന്ന നിലക്ക് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു. ഇതാണ് അവസ്ഥ, നേരിട്ട് ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഫലമുണ്ടായി. ഗെയിലിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് പണി പൂർത്തിയാക്കിയാലേ ഇവിടുന്ന് പോകാവൂ എന്ന നിർദ്ദേശത്തോടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറായ പ്രധാനമന്ത്രിയുള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തണം.